ഗുഡ് മോർണിംഗ് ഗേൾസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ റൂട്ട്സ് ഓഫ് പൈറുവേറ്റ് ആണ്. ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ദ 3 റൂട്ട്സ് ഓഫ് പൈറുവേറ്റ്. പൈറുവേറ്റ്സിനെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാത്വയാണ് നോക്കിയിരുന്നത്? ഗ്ലൈക്കോളിസിസ് അല്ലേ? ഗ്ലൈക്കോളിസിസിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഗ്ലൂക്കോസിനെ 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ 3 കാർബണുള്ള 2 പൈറുവേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പാത്വേ ആയിരുന്നു ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടായി കിട്ടിയേക്കുന്ന പൈറുവേറ്റ്സിന് എന്തൊക്കെ സംഭവിക്കാം, ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്? അതിൻ്റെ ഫസ്റ്റ് റൂട്ടാണ് ദ മോസ്റ്റ് കോമൺ റൂട്ട്. ഫസ്റ്റ് പാത്വേ എന്ന് പറഞ്ഞ് അവിടെ അടയാളപ്പെടുത്തി എഴുതിയേക്കുന്നത് സിട്രിക് ആസിഡ് സൈക്കിൾ. ഇതാണ് ഏറ്റവും കോമണസ്റ്റ് ഫേറ്റ് ഓഫ് പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ. യൂഷ്വലി പൈറുവേറ്റ് ഉണ്ടായാൽ അത് ഈ സിട്രിക് ആസിഡ് സൈക്കിളിലൂടെ കടന്നു പോയി അൾട്ടിമേറ്റ്ലി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് അത് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആയി മാറുന്നു, റിലീസിങ് എ ഹോൾ ലോട്ട് ഓഫ് എനർജി. അതാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. സിട്രിക് ആസിഡ് സൈക്കിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഓക്സിഡേഷനാണ് അവിടെ പല ഘട്ടങ്ങളിലായിട്ട് അവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്കീമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പൈറുവേറ്റിനെ ഓക്സിഡൈസ് ചെയ്ത് ഡീകാർബോക്സിലേറ്റ് ചെയ്ത് അതിനൊക്കെ ചില എൻസൈംസ് സഹായിക്കുന്നുണ്ട്. അസിറ്റൈൽ കോഎൻസൈം എ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാക്കി മാറ്റുന്നു. ആ പെർട്ടിക്കുലർ കോമ്പൗണ്ടാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത്. ഈ അസിറ്റൈൽ കോഎൻസൈം എ എന്ന രൂപത്തിലാണ് പൈറുവേറ്റ് ഈ പറഞ്ഞ സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് അതിന് എൻട്രി ഉള്ളൂ, പ്രവേശനമുള്ളൂ. അസിറ്റൈൽ കോഎൻസൈം എ ആയി മാറണമെങ്കിൽ അതിന് ഈ പറഞ്ഞ ഓക്സിഡൈസേഷൻ നടക്കണം, ഡീകാർബോക്സിലേഷനും നടക്കണം. അങ്ങനെ അസിറ്റൈൽ കോഎൻസൈം എ ആയി മാറിയ സിട്രിക് ആസിഡ് സൈക്കിളിൽ കയറി പറ്റുന്നു. സീരീസ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റെപ്സ് നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. വേറെ പല സാധനങ്ങളും അതിൻ്റെ കൂടെ റിലീസായി പോകുന്നുണ്ട്. എനർജി അഥവാ ATP ഒക്കെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ റിലീസ്ഡായ ഇലക്ട്രോൺസ്, സിട്രിക് ആസിഡ് സൈക്കിളിൽ റിലീസ്ഡായ ഇലക്ട്രോൺസൊക്കെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലൂടെ, ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിനിലൂടെ അത് ട്രാൻസ്പോർട്ടഡ് ആകുമ്പോഴത്തേക്കും വീണ്ടും അവിടെ ഒരു ATP ജനറേഷൻ നടന്ന് ആൻഡ് അൾട്ടിമേറ്റ്ലി വാട്ടർ ഈസ് ഓൾസോ ഗെറ്റിംഗ് റിലീസ്ഡ്. ഇതാണ് ഈ സിട്രിക് ആസിഡ് സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് ഫേറ്റ് ഓഫ് പൈറുവേറ്റ് ആണ് പറഞ്ഞത്. സെക്കൻഡ് ഫേറ്റ് ഓഫ് പൈറുവേറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റൂട്ട് ഓഫ് പൈറുവേറ്റ് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ അഥവാ അനേറോബിക് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നു. ഗ്ലൈക്കോളിസിസ് 2 എണ്ണം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ എയറോബിക് എന്ന് പറഞ്ഞാൽ അതാണ് സാധാരണ നടക്കുന്നത്. ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഇറ്റ് ഇസ് അനേറോബിക് ഗ്ലൈക്കോളിസിസ്. വാട്ട് ഈസ് ഹാപ്പനിങ് ദേ? ഈ പൈറുവേറ്റിനെ റെഡ്യൂസ് ചെയ്ത്, ഓക്സിഡേഷൻ അല്ല റിഡക്ഷൻ നടന്ന് ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. ആ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നത്? ഓക്സിജൻ്റെ അഭാവമുള്ളത് കൊണ്ടാണ് പൈറുവേറ്റിനെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നത്. ഓക്സിജൻ ധാരാളം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പൈറുവേറ്റിനെ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പായ അസിറ്റൈൽ കോഎൻസൈം എ ആക്കിയായിരിക്കും മാറ്റുന്നത്. അസിറ്റൈൽ കോഎൻസൈം എ ആക്കി മാറ്റി അത് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് കടന്നുപോയി ബാക്കി റിയാക്ഷൻസ് നടന്നോളൂ. ഓക്സിജൻ അഭാവമുള്ളപ്പോൾ വാട്ട് ഹാപ്പൻസ്? ലാക്റ്റിക് ആസിഡ് ആണ് ഉണ്ടായി വരുന്നത്. ആ ലാക്റ്റിക് ആസിഡിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് പൈറുവേറ്റ് ആക്കി തിരിച്ച് മാറ്റാനും സാധിക്കുന്നു ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ അഥവാ അനേറോബിക് ഗ്ലൈക്കോളിസിസ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ അനേറോബിക് ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സെല്ലുകളിൽ ഹൈപ്പോക്സിക് സ്ഥലത്താണല്ലോ ഇത് നടക്കുന്നത്. ഓക്സിജൻ്റെ കുറവുണ്ട്. അപ്പോൾ തിരിച്ച് ലാക്റ്റിക് ആസിഡിനെ പൈറുവേറ്റ് ആക്കി മാറ്റാനും
ഓക്സിജൻ കുറവാണ്, പെട്ടെന്ന് ആക്കി മാറ്റിയാൽ ഇറ്റ് ഇസ് ഓക്കെ. പക്ഷെ അത് ഓക്സിജൻ കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. ലാക്റ്റിക് ആസിഡ് കുറേ നേരം സെല്ലുകളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ സെല്ലിനത് കൊള്ളത്തില്ല. ദ സെൽസ് സ്റ്റാർട്ട് ടു ഡിറ്റീരിയോറേറ്റ്. ഇത് ഇച്ചിരി ടോക്സിക് ഇൻ നേച്ചർ. അപ്പോൾ പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഈ പറഞ്ഞ ഓക്സിജൻ്റെ അഭാവമുള്ളപ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റെപ്പ് നടക്കുന്നത്. അതർവൈസ് നടക്കുന്ന ഒരു സെല്ല് ഏതാണ്? RBC ആണ്. അല്ലെങ്കിലും നോർമൽ കേസിലും ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്ന ഒരു സെല്ലെന്ന് പറയുന്നത് RBC ആണ്. ഓക്കെ, they lack the mitochondrial apparatus. That's why third fate of pyruvate അല്ലെങ്കിൽ the root of pyruvate എന്ന് പറയുന്ന ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ആണ്. ഇത് നമ്മളിലൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് പ്ലാന്റ്സിലും ചില പ്ലാന്റ് ടിഷ്യൂസിലും ഇൻവെർട്ടിബ്രേറ്റ്സിലും ഒക്കെയാണ്, മൈക്രോബ്സിലൊക്കെയാണിത് നടക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? പൈറുവേറ്റിന് ഇതും ഹൈപ്പോക്സിക് കണ്ടീഷനിലാണ്, അഥവാ ഓക്സിജൻ കുറവുള്ള അവസ്ഥകളിലാണ് ഇതും സംഭവിക്കുന്നത്. അതിനെ ഒരു ആൽക്കഹോൾ ഫോമാക്കി മാറ്റുന്നു. പൈറുവേറ്റിനെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്ന ഒരു പാത്വേ ആണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. ഓക്കെ, ഇതിൻ്റെയൊക്കെ നോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നീങ്ങുന്നത് അനേറോബിക് ഗ്ലൈക്കോളിസിസ് നമ്മൾ കഴിഞ്ഞു. അനേറോബിക് ഗ്ലൈക്കോളിസിസ് അഥവാ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എയറോബിക് മെറ്റബോളിസം. എയറോബിക് മെറ്റബോളിസം എന്താണ്? എയറോബിക് മെറ്റബോളിസം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ. എയറോബിക് മെറ്റബോളിസം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സെല്ലുകളിലൊക്കെ നടക്കുന്നുണ്ട്. കൂടാണ്ട് ഇറ്റ് ഓക്കേഴ്സ് ഇൻ മോസ്റ്റ് യൂക്കാരിയോട്ടിക് സെൽസ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, എയറോബിക് മെറ്റബോളിസം ആണ് നടക്കുന്നത്. ഇത് മെറ്റബോളിസം എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ സം ടോട്ടൽ ഓഫ് ഓൾ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഹാപ്പനിങ് വിത്തിൻ എ സെല്ലിനാണ് നമ്മൾ, അല്ലെങ്കിൽ വിത്തിൻ എ ഇൻഡിവിജ്വലിനാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ മിക്കതും തന്നെ ഓക്സിജൻ റിക്വയർ ചെയ്യുന്നത് നടക്കുന്നവയാണ്. അതുകൊണ്ടാണ് എയറോബിക് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിൻ്റെ 3 മെയിൻ സ്റ്റെപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 മെയിൻ സ്റ്റെപ്സ്. ഓക്കെ, എയറോബിക് മെറ്റബോളിസം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയാം. അതിന് വേറൊരു കാര്യം കൂടെ പറയും. എയറോബിക് ഫേസ് ഓഫ് കാറ്റബോളിസം ഇസ് കോൾഡ് ആസ് സെല്ലുലാർ റെസ്പിറേഷൻ. ഈ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസിനെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നതെന്ന് അർത്ഥം. അപ്പോൾ 3 മെയിൻ സ്റ്റെപ്സ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ആദ്യത്തത് പൈറുവേറ്റിനെ ഉണ്ടാക്കുക. അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. പൈറുവേറ്റിനെ അസിറ്റൈൽ എൻസൈം എ ആക്കി മാറ്റുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് പൈറുവേറ്റ് ആക്കി മാറ്റണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഗ്ലൈക്കോളിസിസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സെല്ലുലാർ റെസ്പിറേഷൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിട്ടിയേക്കുന്ന ഗ്ലൈക്കോളിസിസ് വഴി കിട്ടിയ പൈറുവേറ്റിനെ നമ്മൾ അസിറ്റൈൽ കോഎൻസൈം എ എന്ന രൂപത്തിൽ ആക്കി മാറ്റുന്നു. ഈ പൈറുവേറ്റിന് നമുക്ക് എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് കിട്ടിയത്? ഗ്ലൂക്കോസ് അഥവാ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് പൈറുവേറ്റിനെ കിട്ടിയത്. സിമിലർലി ഫാറ്റി ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണെങ്കിലും അമിനോ ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണെങ്കിലും ഇവിടെ കിട്ടുന്ന എന്ത് സ്മോളർ മോളിക്യൂൾ ആണെങ്കിലും സ്മോളർ കോമ്പൗണ്ട് ആണെങ്കിലും അതിനെ ഈ പറഞ്ഞ അസിറ്റൈൽ കോഎൻസൈം എ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പൈറുവേറ്റ് ആയി മാറുന്നു. ഫാറ്റി ആസിഡ് ആണെങ്കിൽ അതിൻ്റെ സ്മോളർ യൂണിറ്റ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആയി മാറുന്നു. അമിനോ ആസിഡ്സ് ആണെങ്കിൽ ആ പറഞ്ഞ പോലെ അല്ലെ, ഫാറ്റ്സ് ലിപ്പിഡ്സ് ആണെങ്കിൽ ഫാറ്റി ആസിഡ്സ് ആയി മാറുന്നു. പ്രോട്ടീൻസ് ആണെങ്കിൽ അമിനോ ആസിഡ്സ് ആയി മാറുന്നു. ഇതിനെ എല്ലാത്തിനെയും
അസിറ്റൈൽ കോ എൻസൈം എ എന്ന രൂപത്തിലാക്കി മാറ്റലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഏത് രൂപത്തിലുള്ള മെറ്റീരിയലാണ് ഇവിടെ നിൽക്കണമെങ്കിലും, കാർബോഹൈഡ്രേറ്റിൻ്റെ കുഞ്ഞു രൂപമാണെങ്കിലും ലിപ്പിഡിൻ്റെ കുഞ്ഞു രൂപമാണെങ്കിലും പ്രോട്ടീൻ്റെ കുഞ്ഞു രൂപമാണെങ്കിലും ബ്രോക്കൺ രൂപമാണെങ്കിലും എല്ലാത്തിനും സംഭവിക്കുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഡീകാർബോക്സിലേഷൻ നടക്കണം. അങ്ങനെയാണ് അത് അസിറ്റൈൽ കോഎൻസൈം എ എന്ന രൂപത്തിലേക്ക് ആയി മാറുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഈ കിട്ടിയേക്കുന്ന അസിറ്റൈൽ കോഎൻസൈം എ നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു വിട്ട സിട്രിക് ആസിഡ് സൈക്കിളിലൂടെ കടന്നുപോയി. സിട്രിക് ആസിഡ് സൈക്കിളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന ചില സാധനങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നുണ്ട്, പിന്നെ NADH, FADH2 മുതലായി ഈ രണ്ട് സാധനവും ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ് ആണ് കേട്ടോ. ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ്, തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ് ആണ്. ഈ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസിനെയും കിട്ടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെയും കിട്ടുന്നുണ്ട്. ATP ഒക്കെ ഉണ്ടാവുന്നുണ്ട് അന്നേരം, അത് നമ്മളിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഈ പറഞ്ഞ സാധനങ്ങൾ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ് കോഎൻസൈംസിൻ്റെ സഹായത്തോടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ കടന്നു പോകുന്നു. ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് when we are discussing that in detail. ഓക്കെ, ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നു കോഎൻസൈംസിൻ്റെ സഹായത്തോടെ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസിൽ നിന്ന് നമുക്ക് ATP ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഓക്കെ, ATP ഇതിൽ നിന്നൊക്കെ നമുക്ക് ATP ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെപ്പോഴാണ്? ഈ പറഞ്ഞ സാധനങ്ങൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അതെവിടെയാണ് കാണുന്നത്? മൈറ്റോകോൺട്രിയയിലാണ് കാണുന്നത്. ആ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ ഈ കോഎൻസൈമിൻ്റെ സഹായത്തോടെ അത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ATP കിട്ടുന്നത്. അവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ പാസ് ചെയ്ത് അവിടെ കിട്ടുന്നൊരു ബൈ പ്രോഡക്റ്റാണ് ഓക്സിജൻ. അപ്പോൾ മൊത്തം എത്ര കിട്ടി ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ? ആദ്യം ഗ്ലൈക്കോളിസിസിലൂടെ കയറിയാണ് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് രൂപത്തിലാക്കി. അപ്പോൾ ഫാറ്റി ആസിഡ് ആണെങ്കിൽ വേറെ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസ്, ഫാറ്റ്സ് ആണെങ്കിൽ വേറെ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസ് ആണെന്നാണ് ഫാറ്റി ആസിഡായി മാറുന്നത്. സോ ഓൾസോ ഇൻ ദ കേസ് ഓഫ് പ്രോട്ടീൻസ്, ഏതാണോ അതിൻ്റെ സിംപ്ലർ കോമ്പൗണ്ടിൽ നിന്ന് ഓക്സിഡേഷനും ഡീകാർബോക്സിലേഷനും നടന്ന അസിറ്റൈൽ കോഎൻസൈം എ ആയി മാറുന്നു. ഈ അസിറ്റൈൽ കോഎൻസൈം എ സിട്രിക് ആസിഡ് സൈക്കിളിലൂടെ കടന്നുപോയി കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രൊഡക്റ്റ്, പുറത്തേക്ക് തള്ളുന്ന സാധനം, ആവശ്യമില്ലാത്ത സാധനം ബൈ പ്രൊഡക്റ്റായി കിട്ടുന്നു. പ്ലസ് NADH, FADH2 മുതലായ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസിന് കിട്ടുന്നു. ഇത് കിട്ടുന്ന സാധനമാണ്, പക്ഷേ അതിന് പിന്നെയും ഉപയോഗമുണ്ട്. അത് പിന്നെയും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ കടന്നു പോകുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് തള്ളുന്നൊരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ ഈ നടക്കുന്ന റിയാക്ഷൻ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ കടന്നു പോകുമ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഎൻസൈംസ് കടന്നു പോകുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷനും ഓക്സിഡേഷനാണ് നടക്കുന്നത്. പിന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾസിൻ്റെ ചില ട്രാൻസ്ഫേഴ്സ് അവിടെ നടക്കുന്നു. ATP ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫോസ്ഫേറ്റ് മോളിക്യൂൾസിൻ്റെ ചില ഇൻവോൾവ്മെൻറ്റ്സ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നതിനെ പറയുന്നു. അപ്പോൾ അത്രയും കാര്യം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാട്ട് ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ? അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. പൈറുവേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് ഗ്ലൂക്കോസിന് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് പൈറുവേറ്റ് രൂപത്തിൽ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഇനി സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ, എയറോബിക് ബ്രേക്ക് ഡൗൺ നടക്കണമെങ്കിൽ വാട്ട് ഷുഡ് ഹാപ്പൻ? അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്നത്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. എവിടെയാണിത് സംഭവിക്കുന്നത്? ആസ് റിട്ടൺ ഓവർ ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ് നടക്കുന്നത്. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും? അതിൻ്റെ നടുഭാഗത്ത് അല്ലേ? അതിൻ്റെ മൈറ്റോകോൺട്രിയ നമുക്കറിയാം, അതിന് 2 വോളുണ്ട് അല്ലേ?
ഔട്ടർ വാൾ സ്മൂത്ത് വാളാണ്, ഇന്നർ വാൾ ഓഫ് മൈറ്റോകോൺട്രിയ വേവി വാളാണ് അല്ലേ. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം, രണ്ട് ഇന്നർ വാളോ ഔട്ടർ വാളിൻ്റെ ഉള്ളിൽ നടുവിലത്തെ ഭാഗത്തിനാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. മാട്രിക്സിൽ വെച്ചാണ് ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നത്. പിന്നെ ഇതിന് ചില സ്പെഷ്യൽ മൾട്ടി എൻസൈമിൻ്റെ സഹായത്തോടെയാണ് ഈ പറഞ്ഞ സ്റ്റെപ്പ് നടക്കുന്നത്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് സിസ്റ്റം, ഇതൊരു കോംപ്ലെക്സ് ഓഫ് എൻസൈംസിൻ്റെ സഹായത്തോടെയാണ് ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നത്. ആ കോംപ്ലെക്സ് ഓഫ് എൻസൈംസ് എന്താണെന്ന് പറയാം. നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്തോ, ഞാനത് നോട്ട്സ് അറ്റാച്ച് ചെയ്യത്തില്ല അതിന് വേണ്ടത്. ഹോപ്പ് യു ആർ ഏബിൾ ടു സീ ദാറ്റ്. കാണുന്നുണ്ടല്ലോ, കോംപ്ലെക്സ് എൻസൈം കോംപ്ലെക്സ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് സിസ്റ്റം എന്നുദ്ദേശിക്കുന്ന ഏതൊക്കെ എൻസൈംസ് ആണ് അതിൽ പെടുന്നത്? ഒന്ന് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, രണ്ട് ഡൈഹൈഡ്രോ ലിപ്പോയിൽ ട്രാൻസ് അസിറ്റിലേസ്, ഡൈഹൈഡ്രോ ലിപ്പോയിൽ ഡീഹൈഡ്രോജനേസ്. 3 എൻസൈംസ് ആണ് ചേർന്ന ഒരു കോംപ്ലെക്സിനാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് സിസ്റ്റം എന്ന് പറയുന്നത്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, ഡൈഹൈഡ്രോ ലിപ്പോയിൽ ട്രാൻസ് അസിറ്റിലേസ് ആൻഡ് ഡൈഹൈഡ്രോ ലിപ്പോയിൽ ഡീഹൈഡ്രോജനേസ്. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, ഇനി അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, നമ്മൾ ഈ സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നമുള്ള സ്റ്റെപ്പാണ് ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പൈറുവേറ്റ് ഉണ്ടായി വരുന്നത് എവിടെയാണ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എല്ലാ സെല്ലിലും ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്. സെല്ലിൻ്റെ എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഈ പറഞ്ഞ ഇനി സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കാൻ പോകുന്ന മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അത് കഴിഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ നിന്നുണ്ടായി കിട്ടിയ പൈറുവേറ്റ് സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്നു. സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്ന സാധനത്തിനെ നമ്മൾ മൈറ്റോകോൺട്രിയയിൽ എത്തിച്ചാലേ ഇനി പറയാൻ പോകുന്ന ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ നിന്ന് പൈറുവേറ്റിനെ എടുത്ത് മൈറ്റോകോൺട്രിയയിലേക്ക് എത്തിക്കാൻ ഈ ഒരു സ്റ്റെപ്പ് നടന്നേ തീരത്തുള്ളൂ. അതിന് വേണ്ട എൻസൈംസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു എൻസൈം കോംപ്ലെക്സിൻ്റെ ആവശ്യകത നമ്മൾ അതുകൊണ്ടാണ് മെൻഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പൈറുവേറ്റ് എൻസൈമിൻ്റെ ഒരു എൻസൈം കോംപ്ലെക്സ് സഹായിക്കാനുണ്ട്. കൂടാണ്ട് ഈ പൈറുവേറ്റ് ഒരു കാരിയർ പ്രോട്ടീനിൽ കയറി പറ്റിപ്പിടിച്ചിരുന്നാണ് ഉള്ളിലേക്ക്, മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. ആ കയറിയിരിക്കുന്ന കാരിയർ പ്രോട്ടീനാണ് ഈ പറഞ്ഞ പൈറുവേറ്റ് ട്രാൻസ്ലോക്കേസ്. പൈറുവേറ്റ് കയറി ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന കാരിയർ പ്രോട്ടീൻ്റെ പേരാണ് പൈറുവേറ്റ് ട്രാൻസ്ലോക്കേസ്. അതിൻ്റെ സഹായത്തോടെയാണ് ഇത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ എത്തിപ്പെടുന്നത്. മനസ്സിലായോ? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, അതായത് ഓക്സിഡേഷൻ ആൻഡ് ഡീകാർബോക്സിലേഷൻ ടുഗെദർ കാറ്റലൈസ് ചെയ്യണത് ഒരു എൻസൈം കോംപ്ലെക്സ് ആണ്. അത് 3 എൻസൈം ചേർന്ന ഒരു കോംപ്ലെക്സ് തന്നെയാണ് നമ്മൾ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പം ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ് ഇപ്പം കഴിഞ്ഞത്. അപ്പോൾ സ്റ്റെപ്പ് 1 ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ കഴിഞ്ഞു. ഇനി ഇപ്പം നിങ്ങൾ കാണുന്നത്, ഞാൻ ക്ലോസപ്പ് വ്യൂവിൽ എടുക്കാം, ഇപ്പം കാണുന്നതാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ. ഓക്കെ, ഈ സർക്കിളിൽ കാണുന്നതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഇതിൻ്റെ ഈ മേൾ ഭാഗം റെപ്രസെൻറ്റ്സ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്കെ, ഇനി സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ പൈറുവേറ്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ പൈറുവേറ്റിനെ അസിറ്റൈൽ കോ എൻസൈം എ രൂപത്തിലാക്കി മാറ്റണം. കാരണം എന്താ? ഈ അസിറ്റൈൽ കോ എൻസൈം എ രൂപത്തിൽ മാത്രമേ ഈ പറഞ്ഞ
സൈക്കിളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. ഈ സൈക്കിളിലേക്ക് കയറി പറ്റണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഫോം അസിറ്റൈൽ കോ എൻസൈം എ. ഓക്കെ, അപ്പോൾ 3 കാർബൺ കോമ്പൗണ്ട് ആയ പൈറുവേറ്റ് അസിറ്റൈൽ കോ എൻസൈം എ എന്ന 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറിയേ പറ്റുള്ളൂ. അതിന് ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് ഡീകാർബോക്സിലേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്. നേരത്തെ പറഞ്ഞ കോംപ്ലക്സ്. അപ്പോൾ പൈറുവേറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ട്രാൻസ്ലോക്കേസ് പറഞ്ഞ വേറൊരു കാരിയർ പ്രോട്ടീനാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കി, ആരോ നോക്കി. NAD ആയിരുന്ന സാധനം NADH+H+ ആയി മാറുന്നു. ഡീഹൈഡ്രോജനേഷൻ നടക്കുമ്പോഴൊക്കെ NADH ആയി മാറുന്നു. ഓക്കെ, ഇപ്പോൾ FAD അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ NAD ആയിരിക്കില്ല നമ്മൾ കാണിക്കുന്നത്, FAD ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ ആണ് നടക്കണമെങ്കിൽ FADH ആയിരിക്കും, H2 ആയിട്ടായിരിക്കും മാറുന്നത്. ഇവിടെ NAD ആണ് കാണിച്ചേക്കുന്നത്. സോ NADH+H ആയിട്ട് മാറുന്നു. പിന്നെ ഒരു ഡീകാർബോക്സിലേഷൻ നടക്കുന്നു അല്ലേ, ഒരു CO2 പുറത്തേക്ക് പോയില്ലേ. ഇത് 2 കാര്യങ്ങളാണ് ഇവിടെ ഒറ്റയടിക്ക് കാണിച്ചേക്കുന്നത്. ഒരു ആരോ പുറത്തേക്ക് പോയേക്കുന്നു. ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു, ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. പിന്നെ പൈറുവേറ്റിനെ അസിറ്റൈൽ കോ എൻസൈം എ ആക്കി മാറ്റണം അല്ലേ. പൈറുവേറ്റിൽ കോ എൻസൈം എ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കോ എൻസൈം എ ഇവിടെ ഇട്ട് കൊടുക്കുക. ഈ റിയാക്ഷനിലേക്ക് കോ എൻസൈം എ ഇട്ട് കൊടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രൊഡക്റ്റായിട്ട് പുറന്തള്ളപ്പെടുന്നു. പിന്നെ NADH ആയി മാറുന്നു. ഇറ്റ് ഷോസ് ഡീഹൈഡ്രോജനേഷൻ അഥവാ ഓക്സിഡേഷൻ നടന്നു എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനം എന്താ? NADH കിട്ടിയിട്ടുണ്ട്. ഈ റിയാക്ഷൻ്റെ പരിണിത ഫലമായിട്ട് ഇപ്പോൾ റിയാക്ഷൻ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ പൈറുവേറ്റ് പ്ലസ് NAD പ്ലസ് കോ എൻസൈം എ ഗിവിങ് ആരോ എന്തൊക്കെ കിട്ടുന്നു? അസിറ്റൈൽ കോ എൻസൈം എ പ്ലസ് NADH+H പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. സഹായിക്കുന്ന എൻസൈം പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്. ഇതാണ് നമ്മുടെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അങ്ങനെ അസിറ്റൈൽ കോ എൻസൈം എ ഉണ്ടാവുന്നു. അസിറ്റൈൽ കോ എൻസൈം എ ഇപ്പോൾ ഇറ്റ് ഈസ് റെഡി ടു എൻറ്റർ ദ സിട്രിക് ആസിഡ് സൈക്കിൾ. എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻസ് സ്റ്റാർട്ട് ഓഫ് ചെയ്യണമെന്ന് നോക്കാം. ഈ അസിറ്റൈൽ കോ എൻസൈം എ ഓക്സാലോ അസിറ്റേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഇതൊരു 2 കാർബൺ കോമ്പൗണ്ടാണ്. ഓക്സാലോ അസിറ്റേറ്റ് ഒരു 4 കാർബൺ കോമ്പൗണ്ടാണ്. ഇത് 2 പേരും കൂടെ അസിറ്റൈൽ കോ എൻസൈം എയും ഓക്സാലോ അസിറ്റേറ്റും കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് സിട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടായി മാറുന്നു. ഓക്കെ, അത് 6 കാർബൺ ഉള്ളൊരു കോമ്പൗണ്ടായി മാറുന്നു. സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് സിട്രേറ്റ് സിന്തറ്റേസ്. സിന്തേസ് എന്നും ചില സ്ഥലത്ത് എഴുതി കാണാം, സിട്രേറ്റ് സിന്തറ്റേസ്. ഇനി ഈ സിട്രേറ്റിന് എന്താ സംഭവിക്കുന്നത്? ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് എന്താ? ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോവുക. ദാറ്റ് മീൻസ് ഡീഹൈഡ്രേഷൻ നടക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം അക്കോണിറ്റേസ് ടു ഫോം സിസ് അക്കോണിറ്റേറ്റ്, TATE, സിസ് അക്കോണിറ്റേറ്റ്. ഓക്കെ, ഡീഹൈഡ്രേഷൻ ആണ് നടന്നത്. ഇനി കിട്ടിയേക്കണ സിസ് അക്കോണിറ്റേറ്റ്, ഇതെല്ലാം 6 കാർബൺ ആണ് കേട്ടോ. സിസ് അക്കോണിറ്റേറ്റിന് എന്താ സംഭവിക്കുന്നത്? ഇവിടെ വെള്ളം വീണ്ടും ഉള്ളിട്ട് കയറുക, ഹൈഡ്രേഷൻ നടന്ന് ഐസോസിട്രേറ്റ് ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ സിട്രേറ്റിനെ ഐസോസിട്രേറ്റ് ആക്കി മാറ്റുന്നതാണ് മെയിൻ സ്റ്റെപ്പ്. ഇത് ഇടയ്ക്കുള്ളൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പാണ്. മനസ്സിലായോ? സിട്രേറ്റിനെ ഐസോസിട്രേറ്റ് ആക്കി മാറ്റുന്ന മെയിൻ സ്റ്റെപ്പിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പായിട്ട് വരും ഈ സിസ് അക്കോണിറ്റേറ്റ് ഉണ്ടാവുക എന്നത്. രണ്ടിൻ്റെ എൻസൈം നോക്കിക്കേ, സെയിം എൻസൈമാണ്. ആൻഡ് ദിസ് റിയാക്ഷൻ ടുഗെദർ സിട്രേറ്റിനെ സിസ് അക്കോണിറ്റേറ്റ് ആക്കി മാറ്റുന്നു, സിസ് അക്കോണിറ്റേറ്റിനെ ഐസോസിട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇതെല്ലാം റിയാക്ഷൻ നടന്നേക്കണേ. എന്ത് ടൈപ്പ് റിയാക്ഷനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഐസോമറൈസേഷൻ. ഇവിടെ ഞാൻ പറഞ്ഞു കണ്ടൻസേഷൻ റിയാക്ഷനാണെന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്നത് ഐസോമറൈസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അങ്ങനെ കിട്ടിയേക്കണ ഐസോമറൈസേഷൻ കഴിഞ്ഞ് കിട്ടിയേക്കണ ഐസോസിട്രേറ്റിന് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, എന്താ അടയാളപ്പെടുത്തിയേക്കണമെന്ന് നോക്കിക്കേ. NADH+H+ ആയി മാറുന്നു. ഇതാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ വാട്ട് റിയാക്ഷൻ ഇസ് ഇറ്റ്? വാട്ട് ഡിഡ് ഐ മെൻഷൻ ബിഫോർ? ഡീഹൈഡ്രോജിനേഷൻ.
ഡീഹൈഡ്രോജനേഷൻ അഥവാ ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, NAD ടു NADH+ ആണ്. NAD ആയിരുന്ന സാധനത്തിന് NADH+ H+ ആയിട്ടാണ് മാറുന്നതെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഐസോസിട്രേറ്റ് എന്തായി മാറി? ഓക്സാലോ സക്സിനേറ്റ് ആയി മാറി. കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് നോക്കിക്കേ, അതിൻ്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് അതിന് ബന്ധമുണ്ട്. ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈമിൻ്റെ പേര് ആ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഈ കിട്ടിയേക്കുന്ന ഡീഹൈഡ്രോജനേഷൻ കഴിഞ്ഞ് കിട്ടിയേക്കുന്ന ഓക്സാലോ സക്സിനേറ്റ് എന്താ ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയാണ്, അഥവാ ഡീകാർബോക്സിലേഷൻ നടന്ന് ആൽഫ കീറ്റോ KETO ആണ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയി മാറുന്നു. ഓക്കെ, ഇതും കാറ്റലൈസ് ചെയ്യപ്പെടുന്ന ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈം തന്നെയാണ് ഈ റിയാക്ഷനും കാറ്റലൈസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത പോലത്തെ റിയാക്ഷൻ്റെ പേര് അവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിമൂവൽ നടന്നിരുന്നു, NAD NADH ആയി മാറിയിരുന്നു. അപ്പോൾ ആ റിയാക്ഷൻ നമ്മൾ എന്ത് പേരാണ് കൊടുത്തത്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്നാണ് കൊടുത്തത്. ഇവിടെയും സിമിലർ റിയാക്ഷനാണ് നടക്കുന്നത് അല്ലേ? NAD NADH ആയി മാറുന്നുണ്ട് ഒരു സ്റ്റെപ്പിൽ, അടുത്ത സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഐസോസിട്രേറ്റിനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആക്കി മാറ്റുന്ന വരെയുള്ള ആ സ്റ്റെപ്സിനെ നമ്മൾ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നു. എന്ത് റിയാക്ഷനാണെന്ന് ചോദിച്ചാൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി വീണ്ടും ഈ കിട്ടിയേക്കുന്ന ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് എന്താക്കിയാൽ മാറ്റുന്നത്? സക്സിനൈൽ കോ എൻസൈം A ആക്കി മാറ്റുന്നു. നോക്കിക്കേ, ഇവിടെ ഇല്ലാത്തൊരു സാധനം കോ എൻസൈം A ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കോ എൻസൈം Aനെ ഈ റിയാക്ഷനിലേക്ക് ഇട്ട് കൊടുത്താലേ സക്സിനൈൽ കോ എൻസൈം A നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കോ എൻസൈം Aനെ നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ ഈ റിയാക്ഷൻ എന്ന് പറയുന്ന ദിസ് ഈസ് ഓൾസോ എൻ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണെന്ന് വെച്ചാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോയേ പറ്റുള്ളൂ. ഓക്സിഡേറ്റീവ് ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞൊരു എനർജി മോളിക്യൂളിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. NAD NADH ആയി മാറുന്നൊരു സ്റ്റെപ്പ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കാം. ഓക്സിഡേറ്റീവ് ഓക്സിഡേഷൻ നടക്കുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട്, അഥവാ ഡീഹൈഡ്രോജനേഷൻ നടക്കുന്ന, രണ്ട് സെയിം ആട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാലും ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഡീഹൈഡ്രോജനേഷൻ നടക്കുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് എൻസൈമിൻ്റെ പേര് ഇതേ ആൽഫ കീറ്റോ, കണ്ടോ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ് എൻസൈമിൻ്റെ പേര്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ കഴിഞ്ഞ് സക്സിനൈൽ കോ എൻസൈം A കിട്ടി. ഈ സക്സിനൈൽ കോ എൻസൈം Aനെ നമ്മൾ സക്സിനേറ്റ് ആക്കി മാറ്റുകയാണ്. ഇതൊരു ഫോസ്ഫോറിലേഷൻ റിയാക്ഷനാണ്. ഫോസ്ഫോറിലേഷൻ എന്തായിരുന്നു? ഫോസ്ഫേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നടക്കുന്ന റിയാക്ഷൻസിനാണ് ഫോസ്ഫോറിലേഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സക്സിനൈൽ കോ എൻസൈം Aനെ സക്സിനേറ്റ് ആക്കി മാറ്റുന്നു. ഇവിടെ കോ എൻസൈം A ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പോൾ ആ കോ എൻസൈം Aനെ പുറത്ത് കളയുന്നൊരു സ്റ്റെപ്പ് അവിടെ നടക്കുന്നുണ്ട്. കൂടാണ്ട് ഇവിടെ നോക്കിക്കുക എന്താ നടക്കുന്നതെന്ന്. ഫോസ്ഫേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? GDP, ഇപ്പോൾ ADP എന്ന് പറയണ പോലെ തന്നെ വേറെ ഒരു ന്യൂക്ലിയോടൈഡ് കൊണ്ടുള്ളൊരു എനർജി മോളിക്യൂൾ, അത്രയേ ഉള്ളൂ. ഗ്വാനിൻ ഡൈഫോസ്ഫേറ്റ്. ഓക്കെ, ഗ്വാനിൻ ഡൈഫോസ്ഫേറ്റിൻ്റെ കൂടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ചേർന്ന് GTP ആയി മാറുന്നു. GTP ഗ്വാനിൻ ട്രൈഫോസ്ഫേറ്റ് ആയി മാറുന്നു. അതിൽ നിന്ന് നമുക്ക് എന്താണ് ATPനെ ഉണ്ടാക്കിയെടുക്കുക. ADP ഉണ്ടെങ്കിൽ ADPയുടെ കൂടെ ഈ GTPയുടെ ഒരു ഫോസ്ഫേറ്റ് എടുത്ത് അതിനെ നമുക്ക് ATP ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതൊരു എനർജി, കൃത്യമായിട്ട് എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അഥവാ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൃത്യമായിട്ട് അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നടക്കുന്ന സ്റ്റെപ്പായതുകൊണ്ട് ഫോസ്ഫോറിലേഷൻ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ പറയുന്നു. എൻസൈമിൻ്റെ പേര് സക്സിനേറ്റ് തയോകൈനേസ്. കൈനേസ് നമ്മൾ കൈനേസ് അല്ലെങ്കിൽ ഫോസ്ഫോറിലേസ് എന്നൊക്കെയാണ്
ഫോസ്ഫോറിലേഷൻ നടക്കുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര്. അപ്പോൾ സക്സിനേറ്റ് തയോകൈനേസ് ആണ് അതിനെ കാറ്റലൈസ് ചെയ്യണത്. ഇപ്പോൾ ഏത് സ്റ്റെപ്പിൽ എത്തി നിൽക്കുന്നു? സക്സിനേറ്റ് ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുന്ന സബ്സ്ട്രേറ്റ്. ഈ സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാക്കി മാറ്റുന്നു. എന്ത് പ്രോസസ്സ് നടന്നാണ്? ഓക്സിഡേഷൻ അഥവാ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ നടന്നാണ് ഫ്യൂമറേറ്റായി മാറുന്നത്. ഇവിടെ NAD അല്ല NADH ആയി മാറുന്നത്, പകരം FAD എന്ന് പറഞ്ഞൊരു എനർജി റിച്ച് മോളിക്യൂളാണ്. FADH2 ആയി മാറുന്നു. കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് സക്സിനേറ്റ്. റിയാക്ഷൻ്റെ പേരും കൂട്ടിച്ചേർക്കുന്നു, ഡീഹൈഡ്രോജനേസ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. നെക്സ്റ്റ്, ഈ ഫ്യൂമറേറ്റിന് എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രേഷൻ സംഭവിച്ച്, അഥവാ ഒരു വാട്ടർ മോളിക്യൂൾ അത് ടേക്കപ്പ് ചെയ്ത് ഹൈഡ്രേഷൻ സംഭവിച്ച് ഫ്യൂമറേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടെ മാലേറ്റായി മാറുന്നു. ഇനി ഈ മാലേറ്റിന് എന്താ സംഭവിക്കുന്നത്? മാലേറ്റ് വീണ്ടും ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്ന് NADH ആയി മാറുന്നു. ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ നടക്കുന്ന കാരണം മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ഓക്സാലോ അസിറ്റേറ്റ് ആയി മാറുന്നു. ഈ ഓക്സാലോ അസിറ്റേറ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ സിട്രേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കണ്ടൻസ് ചെയ്ത് ഓക്സാലോ അസിറ്റേറ്റ് ആണ് അസിറ്റൈൽ കോഎൻസൈം A ആയിട്ട് കണ്ടൻസ് ചെയ്ത് സിട്രേറ്റ് ആയി മാറുന്നു. ആൻഡ് ദിസ് സൈക്കിൾ റിപ്പീറ്റ്സ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് ആയിട്ട് ചോദിക്കണം. ഞാനിപ്പോൾ ഇത്രയും എക്സ്പ്ലനേഷനേ അത് തരുന്നുള്ളൂ. നിങ്ങൾ വീഡിയോ 1, 2, 3 പ്രാവശ്യം കാണുക മാത്രം പോരാ. ഈ പറഞ്ഞ ഡയഗ്രാം നിങ്ങൾ നീറ്റ്ലി നോട്ട് ഡൗൺ ചെയ്യുക. പല പ്രാവശ്യം നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. എന്നാലേ ബയോകെമിസ്ട്രി പാത്ത് വേസ് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി മുന്നും പഠിപ്പിച്ചതാണെങ്കിലും വരച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി സിട്രിക് ആസിഡ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിവിടെ രേഖപ്പെടുത്തിയേക്കുന്നത്. അത് കണ്ടുപിടിച്ച എലൂസിഡേറ്റ് ചെയ്ത ഈ സൈക്കിൾ ഇങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ച വർഷമാണ് ഇവിടെ എഴുതിയേക്കുന്നത്, 1937. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കോമൺ പാത്വേ ആണ്. നമ്മളുടെ സെൽസ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ന്യൂട്രിയൻസ് ആണ് ഫ്യൂവൽ എന്ന് നമുക്കറിയാം അല്ലേ. ആ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ന്യൂട്രിയൻസ് പറയുന്നത് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്. അതാണ് നമ്മുടെ ന്യൂട്രിയൻസ് അഥവാ ഫ്യൂവൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസസ്. നമുക്ക് എനർജി കിട്ടുന്ന സബ്സ്റ്റൻസസ്. അതിന് നമുക്ക് എനർജി കിട്ടുന്ന രൂപത്തിലാക്കി മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ന്യൂട്രിയൻസിനെ ഓക്സിഡൈസ് ചെയ്യണം. ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന കോലത്തിൽ